ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ KGC നായരുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 8.22 ഇല്ലസ്ട്രേഷൻ 15 ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റിന്യൂവൽ ഓഫ് ബിൽ റീറ്റൈൻഡ് ബൈ ദി ഡ്രോയർ. ഓൺ 5th January 2018, Black drew a 2-month bill on White for ₹2,500. 2018 ജനുവരി 5-ാം തീയതി ബ്ലാക്ക് ഒരു 2 മാസത്തെ ബില്ല് ഡ്രോ ചെയ്തു. വൈറ്റിൻ്റെ പേർക്ക് ബിൽ എമൗണ്ട് 2,500 രൂപയാണ്. വൈറ്റ് അക്സെപ്റ്റഡ് ദ ബിൽ ആൻഡ് റിട്ടേൺഡ് ഇറ്റ് ടു ബ്ലാക്ക്. വൈറ്റ് ആ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് തിരികെ ബ്ലാക്കിന് നൽകി. On 5th March, White approached Black with a request to renew the bill for a further period of 2 months. മാർച്ച് 5 ആയപ്പോഴത്തേക്കിനും വൈറ്റ് ബ്ലാക്കിനെ അപ്രോച്ച് ചെയ്തു ബില്ല് റിന്യൂ ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അതായത് ബില്ലിൻ്റെ കാലാവധി ദീർഘിപ്പിച്ചു കൊടുക്കാൻ ഒരു 2 മാസത്തേക്കിനും കൂടി ദീർഘിപ്പിച്ചു കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. ബ്ലാക്ക് എഗ്രീഡ് ദ പ്രൊപ്പോസൽ ഫോർ വിച്ച് ആൻ ഇൻട്രസ്റ്റ് ഓഫ് ₹75 ഈസ് ചാർജ്. ബ്ലാക്ക് ആ പ്രൊപ്പോസൽ എഗ്രി ചെയ്തു. അങ്ങനെ സമയം നീട്ടിക്കൊടുക്കുന്നതിന് ഒരു 75 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് ഈടാക്കുകയും ചെയ്തു. ദ സെക്കൻഡ് ബിൽ ഈസ് ഡ്യൂലി അക്സെപ്റ്റഡ്. രണ്ടാമത്തെ ബില്ല് അക്സെപ്റ്റ് ചെയ്തു. ഗീവ് ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ ഒരു കേസിൽ ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും ബുക്കിലെ ജേർണൽ എൻട്രികൾ എഴുതാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം വായിക്കുമ്പോൾ തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റിൻ്റെ അകത്ത് അണ്ടർലൈൻ ചെയ്തിടുക. ഇനി ബില്ലുടെ ഡ്രോ ചെയ്തിരിക്കുന്ന ആരാണ്? ബ്ലാക്കാണ്. അപ്പം ഡ്രോയറുടെ ബുക്കിൽ അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ ബുക്കിലെ ജേർണൽ എൻട്രി നമുക്ക് ആദ്യം എഴുതാം. ഫസ്റ്റ് ജനുവരി 5, 2018 ബില്ലിൻ്റെ അക്സെപ്റ്റൻസ് കിട്ടുന്നതിൻ്റെ എൻട്രി വേണം. അപ്പം 2018 ജനുവരി 5 ബില്ലിൻ്റെ അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ എങ്ങനെയാണ് എൻട്രി വരുന്നത്? ബ്ലാക്കിനെ സംബന്ധിച്ച് ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് വരുന്നു. അപ്പോൾ വൈറ്റ് എന്ന് പറയുന്ന സൺഡേ ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് അവിടെ ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പം ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ 2,500 ടു വൈറ്റ് അക്കൗണ്ട് 2,500. റിസീവ്ഡ് ദ അക്സെപ്റ്റൻസ് ഫ്രോം വൈറ്റ് എന്ന് നാരേഷനും കൊടുക്കുന്നു. ഇനി അടുത്തത് മാർച്ച് 5 അപ്പം മാർച്ച് 5 ന്യൂ ബില്ല് റിന്യൂ ചെയ്ത് തരണമെന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു 2 മാസത്തേക്കിന് അല്ലേ. അപ്പോഴത്തേക്കും നമുക്കിനി എന്ത് ചെയ്യണം? റിന്യൂവലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഓൾഡ് ബില്ലിനെ ക്യാൻസൽ ചെയ്യണം അല്ലേ. ഓൾഡ് ബില്ലിനെ ക്യാൻസൽ ചെയ്യണം. രണ്ടാമത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തതിൻ്റെ എൻട്രി കൊടുക്കണം. പുതിയ ബില്ലിൻ്റെ അക്സെപ്റ്റൻസ് കൊടുക്കണം. ഇതാണല്ലോ റിന്യൂവലിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ബില്ലിനെ അങ്ങ് ക്യാൻസൽ ചെയ്യാം. അപ്പം ആദ്യത്തെ ബില്ലിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ആ ബില്ല് അക്സെപ്റ്റ് ചെയ്തപ്പോഴുള്ള എൻട്രി നേരെ റിവേഴ്സ് ചെയ്താൽ മതി അല്ലേ. അതായത് ആദ്യം നമ്മൾ ബില്ല് അക്സെപ്റ്റ് ചെയ്തപ്പോൾ വൈറ്റിനെ സൺഡ്രി ഡെറ്റർ എന്ന് പറയുന്ന ആ പൊസിഷൻ ക്യാൻസൽ ചെയ്തിരുന്നു. ഇപ്പോൾ ഇവിടെ ബില്ല് എന്താകുകയാണ്? ക്യാൻസൽ ചെയ്യുകയാണ്. അതായത് ബില്ല് ഡിസോണർ ആകുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ എൻട്രി വരുന്നത്. അപ്പോൾ ഇനി ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് ഇല്ല, അത് ക്യാൻസൽ ചെയ്യുന്നു. അപ്പം ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് പോകുന്നത് കൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് ചെയ്യുന്നു. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് പോകുമ്പോൾ വീണ്ടും വൈറ്റ് ആരായിട്ട് പ്ലേസ് ചെയ്യപ്പെടുന്നു? സൺഡ്രി ഡെറ്റർ ആയിട്ട് പ്ലേസ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ സൺഡ്രി ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, ബിൽസ് റിസീവബിൾ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. നരേഷൻ ടു ക്യാൻസൽ ദ ഒറിജിനൽ ബില്ല്. ആദ്യത്തെ ഒറിജിനൽ ബില്ല് എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ എഴുതി എൻട്രിയുടെ നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി ക്യാൻസലേഷന്. ക്ലിയർ? ഇനി മാർച്ച് 5 ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതിൻ്റെ എൻട്രി വേണമല്ലോ കൊടുക്കാനായിട്ട്. അപ്പോഴെങ്ങനെയാണ്? ഇവിടെ ഈ ബില്ല് ഡ്രോ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻകം ആണ് അല്ലേ. അപ്പം അയാൾക്ക് ഈ ഇൻട്രസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാണെന്ന് നോക്കിക്കേ. ബ്ലാക്ക് എഗ്രീഡ് ദ പ്രൊപ്പോസൽ ഫോർ വിച്ച് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് 75 ഈസ് ചാർജ്. 75 രൂപയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ആ 75 രൂപ എന്ന് പറയുന്നത് ബില്ല് ഡ്രോ ചെയ്ത ബ്ലാക്കിനെ സംബന്ധിച്ച് ഇൻകം ആണ്. അതുകൊണ്ട് ഇൻട്രസ്റ്റിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ്. ഇൻകംസും ഗെയിൻസും ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ റൂള്. അതുകൊണ്ട് അപ്പം നോക്കിക്കേ, ഇത് ആരാ തരേണ്ടത്? വൈറ്റ് അല്ലേ. അപ്പോൾ വൈറ്റ് ഈ 75 രൂപ ബ്ലാക്കിന് കൊടുക്കാനുള്ളതാണ് അല്ലേ. അപ്പോൾ വൈറ്റിൻ്റെ സൺഡ്രി ഡെറ്റർ നേരത്തെ സൺഡ്രി ഡെറ്റർ ആയിട്ട്, അതായത് തരാനുള്ളവരെ സൺഡ്രി ഡെറ്റർ അല്ലേ. അപ്പോൾ ഇവിടെ 75 രൂപയ്ക്ക് വീണ്ടും വൈറ്റ് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്തേക്കുവാണ്. അപ്പോൾ വൈറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 75 രൂപ
എൻട്രി എഴുതണം. അപ്പോൾ ടു ചാർജ് വൈറ്റ് വിത്ത് ഇൻട്രസ്റ്റ് ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ക്രെഡിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ എൻട്രി നമ്മൾ എഴുതി. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തതിൻ്റെ എൻട്രിയാണ് ഇത്. ഇനി എന്താണ് അടുത്തത്? പുതിയ ബില്ല് അല്ലേ. ദ സെക്കൻഡ് ബില്ല് ഈസ് ഡ്യൂലി അക്സെപ്റ്റഡ്. രണ്ടാമത്തെ ബില്ല് അക്സെപ്റ്റ് ചെയ്തതിൻ്റെ എൻട്രി. ബില്ല് അതെന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ബില്ല് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ എൻട്രി തന്നെ. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം മാത്രം, ഇനി ബിൽ തുകയും ഇൻട്രസ്റ്റും കൂടി ചേർത്ത് വരും. കാരണം ഇവിടെ ഇൻട്രസ്റ്റ് ഓൾറെഡി ഇപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നില്ല. അപ്പോൾ പുതിയ ബില്ല് ഡ്രോ ചെയ്യുമ്പോൾ ഈ 2500 പ്ലസ് 75 കൂടി ചേർത്ത് 2575 രൂപയുടെ ബില്ലായിരിക്കും ഇനി ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ പുതിയ ബില്ലിൻ്റെ അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ എങ്ങനെയാണ്? അപ്പം ബ്ലാക്കിനെ സംബന്ധിച്ച് വീണ്ടും ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ അസറ്റ് വരുന്നു. ബിൽ എമൗണ്ട് 2575 കാരണം ഇവിടെ ഇൻട്രസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. അപ്പം ആ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കൂടെ ചേർത്ത് 2500 പ്ലസ് 75 2575 ആയിരിക്കും ഇനി പുതിയതായിട്ട് ഡ്രോ ചെയ്യുന്ന ബില്ലിൻ്റെ തുകയെന്ന് പറയുന്നത്. അപ്പോൾ ആ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു വൈറ്റ് അക്കൗണ്ട് 2575. ഇപ്പോൾ പുതിയ ബില്ല് പുതിയൊരു അസറ്റ് ബിൽസ് റിസീവബിൾ എന്ന അസറ്റ് വന്നു. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? വൈറ്റിനെ, അതായത് വൈറ്റിനെ സൺഡ്രി അസറ്റ് ആണല്ലോ, സൺഡ്രി ഡെറ്റർ ആണല്ലോ, ആ അസറ്റ് ഇനിയില്ല. ഇനി അയാൾ ബില്ല് തന്നല്ലോ. അപ്പോൾ ഇനി നമ്മൾ വൈറ്റിനെ സൺഡ്രി ഡെറ്റർ എന്ന് വിളിക്കുന്നില്ല. അതുകൊണ്ട് വൈറ്റ് അക്കൗണ്ടിന് എന്ത് ചെയ്തിരിക്കുന്നു? ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഡ്രോയിയുടെ ബുക്കിൽ അല്ലെങ്കിൽ അക്സെപ്റ്ററുടെ ബുക്കിൽ, ഇവിടെ അക്സെപ്റ്റർ ആരാണ്? വൈറ്റ് ആണ്. അപ്പം ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് വൈറ്റ് എങ്ങനെയാണ്? ജനുവരി 5, 2018 ബില്ലിൻ്റെ അക്സെപ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എൻട്രി അല്ലേ. വൈറ്റ് ബില്ലിൻ്റെ അക്സെപ്റ്റൻസ് കൊടുക്കുമ്പോൾ എങ്ങനെ എൻട്രി എഴുതുന്നത്? അപ്പോൾ അവിടെ ഇയാൾ ബില്ല് കൊടുക്കുമല്ലോ, ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഈ വൈറ്റിനെ സംബന്ധിച്ച് ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അത് ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ സൺഡ്രി ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. നമ്മൾ ബില്ല് കൊടുക്കുന്നത് കാരണം പിന്നെ നമ്മൾ ബ്ലാക്കിനെ എന്തായിട്ട് പ്ലേസ് ചെയ്യുന്നില്ല? സൺഡ്രി ക്രെഡിറ്റർ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ സൺഡ്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞ ലയബിലിറ്റി അവിടെ ഡിക്രീസ് ചെയ്യുന്നു. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ജേർണൽ എൻട്രി ബ്ലാക്ക് അക്കൗണ്ട് ഡെറ്റർ 2500 ടു ബിൽസ് പേയബിൾ അക്കൗണ്ട് 2500 എന്ന് പറഞ്ഞു. ഇനി മാർച്ച് 5 എന്ത് ചെയ്യുന്നു? ബില്ല് റിന്യൂ ചെയ്യുമല്ലോ. അപ്പോൾ റിന്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? പഴയ ബില്ല് ക്യാൻസൽ ചെയ്യുവാണല്ലോ. അപ്പോൾ പഴയ ബില്ല് ക്യാൻസൽ ചെയ്യുമ്പോൾ അക്സെപ്റ്റൻസ് കൊടുത്തപ്പോൾ എന്ത് എൻട്രി എഴുതിയോ അതിൻ്റെ നേരെ റിവേഴ്സ്. പിന്നെ ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞ ലയബിലിറ്റി ഇല്ല, അത് ക്യാൻസൽ ചെയ്യാണ്. അപ്പം ബിൽസ് പേയബിളിന് ഇവിടെ ക്രെഡിറ്റ് കൊടുത്തിരുന്നു, അപ്പോൾ അത് ഡെബിറ്റ് കൊടുത്ത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ വീണ്ടും ബ്ലാക്ക് അക്കൗണ്ട് ആരായിട്ട് വന്നു? സൺഡ്രി ക്രെഡിറ്റർ ആയിട്ട്. കാരണം ആ ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ആ ലയബിലിറ്റി അവിടെ ഇല്ല, ഇനി ബിൽസ് പേയബിൾ അക്കൗണ്ട് ഇല്ല. അപ്പം ബ്ലാക്ക് വീണ്ടും സൺഡ്രി ക്രെഡിറ്റർ എന്നുള്ള ആ പൊസിഷനിൽ വന്നു. അപ്പം ബ്ലാക്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എൻട്രി എങ്ങനെ വരണം? ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ 2500 ടു ബ്ലാക്ക് അക്കൗണ്ട് 2500 എന്ന് വരണം. ഇനി ഇയാൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുള്ളതിൻ്റെ എൻട്രി കൊടുക്കുക. അപ്പോൾ ഈ വൈറ്റ് എന്ന് പറയുന്ന ബില്ല് അക്സെപ്റ്റ് ചെയ്ത ആളാണ്. അക്സെപ്റ്റ് ചെയ്ത ആളെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇയാളെ സംബന്ധിച്ച് അതൊരു എക്സ്പെൻസാണ്. എല്ലാ എക്സ്പെൻസസും ലോസസും റൂൾ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് അല്ലേ ചെയ്യേണ്ടത്. അപ്പം വൈറ്റിൻ്റെ ബുക്കിൽ, അതായത് അക്സെപ്റ്റഡ് ബുക്കിൽ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി എങ്ങനെ വരണം? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ. ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് 75 ആണ്. അപ്പോൾ 75 ടു ബ്ലാക്ക് അക്കൗണ്ട് 75. അതായത് ഇത് ബ്ലാക്കിനല്ലേ കൊടുക്കേണ്ടത്, വൈറ്റ് ആർക്കാ കൊടുക്കേണ്ടത്? ബ്ലാക്കിന്. അപ്പം ബ്ലാക്ക് സൺഡ്രി ക്രെഡിറ്റർ ആണ്. അപ്പം 75 രൂപയ്ക്ക് വീണ്ടും അയാളോടുള്ള ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തത് രണ്ടാമത്തെ ബില്ല് അക്സെപ്റ്റ് ചെയ്തതിൻ്റെ എൻട്രിയാണ്. അത് നേരത്തെ ബില്ല് അക്സെപ്റ്റ് ചെയ്യപ്പോൾ എന്ത് എൻട്രിയാണോ കൊടുത്തത് ആ സെയിം എൻട്രി തന്നെ. പക്ഷേ ബില്ലിൻ്റെ തുകയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഇൻട്രസ്റ്റ് ഇപ്പോൾ ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റൂടെ ചേർത്ത എമൗണ്ടിൻ്റെ ബില്ല് മുമ്പ് ഇവിടെ നമ്മൾ പറഞ്ഞില്ല, അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ പുതിയ ബില്ലിൻ്റെ അക്സെപ്റ്റൻസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? ബ്ലാക്ക് അക്കൗണ്ട് ഡെറ്റർ. അതായത് ഇനി ബില്ല് കൊടുക്കുവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇനി സൺഡ്രി ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി അവിടെ ഡിക്രീസ് ചെയ്യുന്നു. 2575 ടു ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ലയബിലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് റിന്യൂവൽ ഓഫ് ബിൽ റീറ്റെയിൻഡ് ബൈ ദ ഡ്രോയർ എന്ന കേസിൽ രണ്ടുപേരുടെയും ബുക്കിലെ എൻട്രികൾ എഴുതുന്നത്. അപ്പം വളരെ സിമ്പിളാണ്. നമ്മൾ റിന്യൂവലിൻ്റെ സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് വയ്ക്കുക. റിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഓൾഡ് ബില്ല് ക്യാൻസൽ ചെയ്യുക.
പിന്നെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതിൻ്റെ എൻട്രി രേഖപ്പെടുത്തുക. പുതിയ ബില്ലിൻ്റെ അക്സെപ്റ്റൻസ് ആ അക്സെപ്റ്റൻസിൻ്റെ എൻട്രിയും കൊടുക്കുക. ഈ കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ബില്ല് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആളെ സംബന്ധിച്ച് അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയാണ്. ആ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് ഇൻകം ആണ്. അതുകൊണ്ട് അയാളുടെ ബുക്കിൽ, ബില്ല് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആളുടെ ബുക്കിൽ ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ് വരികയുള്ളൂ. കാരണം അയാളെ സംബന്ധിച്ച് അതൊരു ഇൻകമാണ്. എന്നാൽ അക്സെപ്റ്ററെ സംബന്ധിച്ച്, ബില്ല് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡ്രോയിയെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റിന് എന്തേ വരികയുള്ളൂ? ഡെബിറ്റേ വരികയുള്ളൂ. അപ്പോൾ അക്സെപ്റ്ററുടെ ബുക്കിൽ ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ത് ചെയ്തേക്കുക? ഡെബിറ്റും ചെയ്തേക്കുക. ആ ഒരു കാര്യം കൂടി ഓർത്തിരുന്നാൽ വളരെ ഈസി ആയിട്ട് ഈ റിന്യൂവലിൻ്റെ കേസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.